നമ്മുടെ സമൂഹത്തിൽ ആഘോഷങ്ങൾ വളരെ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്തരം ആഘോഷങ്ങൾ കൂടുതലായി കാണപ്പെടുമ്പോഴും ബന്ധങ്ങൾ തമ്മിലുള്ള ആഴങ്ങൾ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ബന്ധങ്ങളിലുള്ള ആഴങ്ങൾ വളരെയധികം കുറഞ്ഞു പോകുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ് എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സുമയ്യയോടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ കാലത്ത് സെലിബ്രേഷൻസിൻ്റെ ക്വാണ്ടിറ്റിയാണ് കൂടുന്നത്, ക്വാളിറ്റി കൂട്ടാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിലുണ്ടാവുക രണ്ട് മെയിൻ ആഘോഷങ്ങളാണ്, രണ്ട് പെരുന്നാളുകളാണ്. അതിനപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ ഏതൊരു ഭാഗത്തെയും പോലെ ആഘോഷങ്ങളുടെ കാര്യത്തിലും മിതത്വം പാലിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ സൊസൈറ്റിയുടെ പേഴ്സ്പെക്റ്റീവ് എടുത്തു നോക്കാം. ഒരാഘോഷം എന്ന് പറയുമ്പോൾ ഒന്നോ അതിൽ കൂടുതലോ ആളുകളുടെ അവരുടെ ലൈഫിലുണ്ടാകുന്ന പുതിയ ബിഗിനിങ്സ് ആവാം, അവരുടെ ലൈഫിലെ അച്ചീവ്മെൻറ്റ്സ് ആകാം. അത് അവരെ ഇഷ്ടപ്പെട്ട അവരുടെ ഒരു ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരുമായിട്ടും അവർ ആ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്ന ഒരു ഗ്യാതറിങ്ങിനെ നമുക്കെന്ത് വിളിക്കാം, ഒരു സെലിബ്രേഷൻ എന്ന് വിളിക്കാം. പക്ഷേ ഇന്നത്തെ സൊസൈറ്റിയിൽ അത് ഇങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്ത് സെലിബ്രേറ്റ് ചെയ്യും എന്ന് ചിന്തിക്കുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ എന്നും സെലിബ്രേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ കൺസേൺ ആയി വരുന്നത്. എന്തും സെലിബ്രേറ്റ് ചെയ്യാം, എങ്ങനെയും സെലിബ്രേറ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും സെലിബ്രേറ്റ് ചെയ്യപ്പെടാം എന്നുള്ളത്. അങ്ങനെ ലിമിറ്റ്ലെസ് ആയി പോകുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് എ സെലിബ്രേഷൻ എന്നുള്ളൊരു മോട്ടോയിലേക്ക് നമ്മൾ നീങ്ങി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാപ്പിനെസ് ഔട്ട്കം വരുന്ന ഒരു ഗ്യാതറിങ് ഉണ്ടാക്കുക എന്നതിനേക്കാളും നമ്മൾ നിയത്തായി വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് ഒരു എക്സ്റ്റേണൽ അപ്രൂവൽ കിട്ടുക. അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മളെ പറ്റിയായിരിക്കണം എല്ലാവരും സംസാരിക്കണം. അതായത് നമ്മളിടുന്ന വീഡിയോസിൻ്റെ ലൈക്സും കമൻറ്റും ആ ഒരു ക്രൈറ്റീരിയയിലേക്ക് മാത്രം ഈ സെലിബ്രേഷൻസ് എന്നുള്ള ഭാഗം ഒതുങ്ങി പോവുകയാണ്. ഈ സോഷ്യൽ മീഡിയയൊക്കെ നമ്മൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇനീഷ്യൽ ഫേസിൽ നമ്മൾ വളരെ സ്റ്റക്കായിട്ട് നിന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ആളുകൾ എന്തൊക്കെയാണ് ഈ വ്ളോഗ് ത്രൂ നമ്മളോട് സംസാരിക്കുന്നത്, എന്തിനാണ് ഇതൊക്കെ സെലിബ്രേഷൻസ് ആക്കുന്നത്, ഇതൊക്കെ അവർക്ക് പ്രൈവറ്റായി വെച്ചാൽ പോരെ എന്ന് നമ്മൾ തന്നെ ആശ്ചര്യത്തോടെ നോക്കിയിരുന്ന സിറ്റുവേഷൻസ് നിന്ന് നമ്മൾ കുറച്ച് മൂവ് ഓൺ ആയി. അതായത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്താണെന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മളിൽ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ലൈഫിൻ്റെ ക്വാളിറ്റി ടൈമിൽ കുറച്ചധിക സമയം തന്നെ നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ വൈകാതെ തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഓക്കെ, എല്ലാവരും ചെയ്യുന്നുണ്ട്, ഇനി ഞാൻ മാത്രം മാറിയുന്നത് കൊണ്ട് ഈ ഒരു തെറ്റ് നടക്കാതിരിക്കില്ല, ഞാൻ ഈ ഒരു തെറ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രം ഞാൻ സ്വർഗത്തിൽ പോവുകയില്ല, അപ്പോൾ പിന്നെ ഇതും കൂടി ചെയ്യാന്നുള്ളൊരു മൈൻഡിലേക്ക് നമ്മൾ മാറിപ്പോവാണ്. അങ്ങനെ ഈ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു വറ്റം ക്വാണ്ടിറ്റിയുടെ സെലിബ്രേഷൻസിൻ്റെ ക്വാണ്ടിറ്റി മാത്രമാണ് ഇവിടെ കൂടിപ്പോകുന്നത്. നമ്മൾ ഈ ഒരു കാര്യത്തിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ റോൾ മോഡലായി വെക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ അവരുടെ ലൈഫൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, അവരെന്നും സെലിബ്രേറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു ക്യാമറ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം ഒന്ന് ആലോചിച്ച് നോക്കാം. അവരുടെ ലൈഫിൽ അവരുടെ ഇപ്പോൾ ഒരു ഡെയിലി വ്ളോഗ് ഇടുന്ന ആളായിക്കോട്ടെ, അവരുടെ ലൈഫിൽ ഒരു 1 hour അവർ ഈ സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ലൈഫിൽ ഒരു 1 hour നമ്മുടെ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് അഭിനയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ കാണുന്നത് നമ്മുടെ ലൈഫിൻ്റെ 24 മണിക്കൂർ ഒരു ദിവസം, മിനിറ്റ് ബൈ മിനിറ്റ്, സെക്കൻഡ് ബൈ സെക്കൻഡ് നമ്മളതിന് ഭാഗമാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതൊരു ആളെയും പോലെ നമ്മുടെ ലൈഫിലും സന്തോഷങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, ക്രൈസിസ് വരും. ഇതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് പഠിക്കണം. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ എല്ലാവരുടെയും ലൈഫ് ആഘോഷങ്ങളാണ്, അല്ലെങ്കിൽ അവരെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലൈഫ് മാത്രമാണ് ഇങ്ങനെ നശിച്ചു പോയത്, അല്ലെങ്കിൽ എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്നുള്ളൊരു ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഈക്വിലിബ്രിയത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു ഫംഗ്ഷൻ നടക്കുകയാണെന്ന് വിചാരിക്കുക, ആ ഒരു ഫംഗ്ഷന് ഇന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഇത്രത്തോളം ആഡംബരമാവണം എന്നുള്ളൊരു ഡിമാൻഡ് വെക്കുന്ന സമയത്ത് എപ്പോഴത്തെയും പോലെ അതിൻ്റെ ഫിനാൻഷ്യൽ ബർഡൻ വഹിക്കുന്നത് ഉപ്പയാണ്. അനാവശ്യമാണ് എന്നറിഞ്ഞിട്ടും പല കാര്യങ്ങൾക്കും അവിടെ ഫോഴ്സ്ഡ് ആയിട്ട് ഫിനാൻസ് ഇറക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. ഇതൊക്കെ എന്തിന് അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്ത് ചെയ്യുന്നു ആലോചിക്കുന്ന സമയത്ത് ഓക്കെ, എൻ്റെ ഓഫീസിലുള്ള ആൾക്ക് 2-3 ലോണുണ്ട്, അപ്പോൾ 2 ആയതിൽ എനിക്ക് കുറച്ച് സമാധാനിക്കാം എന്ന് വിചാരിച്ച് നമ്മളെ തന്നെ സ്വയം ആശ്വസിപ്പിക്കാറുണ്ട്. മകനോ മകളെയോ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നത്തെ വീഡിയോക്കാൾ അല്ലെങ്കിൽ മറ്റൊരാളിട്ട വീഡിയോക്കാൾ ലൈക്സും കമൻസും കിട്ടുക എന്നുള്ളത്, അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഡൊമെയിനാണ് ഒരു ആഘോഷത്തെ പറ്റി ഉണ്ടാവാം. ഇതുപോലെ ഒരു കോമൺ, അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പരസ്പരം സ്നേഹിച്ചും അതേപോലെ തന്നെ പ്രാർത്ഥിച്ചും ആ ഒരു ഇവൻറ്റ് കഴിഞ്ഞ് പോകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന, നേരത്തെ പറഞ്ഞാൽ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഹാപ്പിനെസ് എന്നുള്ളൊരു പ്രയോറിറ്റിയെ വരുന്നില്ല. നമ്മൾ റീക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുക. നമ്മളൊരു സാധനം റീക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അതുപോലെ ആയി പോകുമ്പോഴോ അല്ലെങ്കിൽ അത് തന്നെ ആയി മാറുമ്പോഴാണ് അതിന് 100% റിസൾട്ട് കിട്ടുന്നത്.
നമുക്ക് ഒരാളുമായിട്ട് നമ്മുടെ ലൈഫ് സ്വിച്ച് ചെയ്യാൻ പറ്റുമോ? അവിടെ ലൈഫ് നമ്മൾക്കായിട്ട് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ? ഒരിക്കലും കഴിയാത്തൊരു കാര്യമാണ്. പല സമയങ്ങളും പല ബ്ലോഗേഴ്സിൻ്റെയും ഡിവോഴ്സിൻ്റെ റേറ്റും കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്റ്റക്കായി പോകും. നമ്മൾ ആലോചിക്കും, എന്താ അവർക്ക് പറ്റിയത്? അവർ ഹാപ്പിയാണല്ലോ, അവർ ഹാപ്പിയാണ് എന്നുള്ളത് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. നമ്മൾ അവരെ മാത്രം ആ ഒരു ക്യാമറയുടെ മുമ്പിലുള്ള ഒരു ലൈഫ് മാത്രമായിട്ട് അവരെ ജഡ്ജ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ ലൈഫിൻ്റെ പ്രൈവസിയും അതുപോലെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ക്ലോസ് ആളുകളെയും നമ്മൾ പ്രയോറിറ്റൈസിൻ്റെ സമയമായി കഴിഞ്ഞു. ഇന്ന് അത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇന്ന് ഫോണില്ലാത്ത ഒരു പരിപാടി ആലോചിക്കാൻ വയ്യാന്ന് ആലോചിക്കുന്ന സമയത്ത് നാളെ ഇത് അതിനേക്കാളും പ്രയാസമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. പ്രൈവസി എന്നുള്ളത് ഒരാൾക്ക് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ഫേവറല്ല, പകരം അത് അയാൾക്ക് കിട്ടേണ്ട അവകാശമാണ്. ഞാൻ മറ്റൊരാളുടെ ലൈഫിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമായി മാറുമ്പോൾ അയാളെ റെസ്പെക്റ്റ് ചെയ്യുകയും അയാളുടെ പ്രൈവസിക്ക് അതിൻ്റേതായ സംരക്ഷണം കൊടുക്കുകയും ചെയ്യേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്നുള്ള തോന്നലാണ് നമുക്ക് ആദ്യം വരേണ്ടത്. അത് നമ്മുടെ ഫാമിലീസിൽ നിന്നാണ് അത് തുടങ്ങേണ്ടത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ.